സർവേഷാം നമസ്കാരः. സംസ്കൃതപഠനം, വിഷ്ണുസഹസ്രനാമപഠനം. अद्य एकचत्वारिंशत्तमं श्लोकं पठामः. एकचत्वारिंशत्तमं श्लोकं पठामः. उद्भव शोभण देव श्रीगर्भ परमेश्वर करणं कारणं कर्ता विकर्ता गहन गुह उद्भव उद्भ ശ്രദ്ധിക്കണം. ഉദ്ഭ ഭ ഘോഷാക്ഷരാണ്. ഉദ്ഭ ഉദ്ഭവ. അത് കഴിഞ്ഞിട്ട് അടുത്തത് ക്ഷോഭണ. അവിടെയും ശ്രദ്ധിക്കണം. ക്ഷ ക്ഷോ ഷ് ഓ ആണ് ക്ഷോ. ഭ എന്നുള്ള അക്ഷരം ക്ഷോഭണ. അവിടെ ക്ഷോഭണ എന്നുള്ള ദിക്കില് ക്ഷോഭണ എന്ന വിസർഗം, അവസാനം വരുന്ന വിസർഗം ഓകാരായിട്ട് ക്ഷോഭണോ എന്നായി മാറും. പക്ഷെ ഉദ്ഭവ എന്നുള്ള വിസർഗത്തിന് മാറ്റമില്ല. കാരണം ക്ഷോഭണ എന്നുള്ളതാണല്ലോ അത് കഴിഞ്ഞിട്ട് വരുന്നത്. വിസർഗം കഴിഞ്ഞിട്ട് ക്ഷോ എന്ന് വരുമ്പോൾ കകാരം തന്നെയാണല്ലോ. കീഷ് ഇപ്പൊ കകാരാണല്ലോ കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ അതിന് മാറ്റം ഇല്ലാണ്ട് അതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഉദ്ഭവ ക്ഷോഭണ എന്നുള്ളത് ക്ഷോഭണോ എന്നായി. അങ്ങനെയാണ് ഉദ്ഭവ ക്ഷോഭണോ. പിന്നെ ദേവ ഉദ്ഭവ ക്ഷോഭണോ ദേവ. അടുത്തത് ശ്രീഗർഭ. ശ്രീ ഈ ആണ്. ശ്രീ എന്ന് ചെല്ലരുത്, ശ്രീ എന്ന് ചെല്ലരുത്. ശ്രീ 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 എന്നാ ചെല്ലേണ്ടത്. ചിലപ്പോ ചിലരൊക്കെ ചെല്ലുമ്പോൾ ശ്രീ എന്നായി പോകും. അത് പാടില്ല. ശ്രീ ഗർഭ ഗർഭ ഭ എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കുക. ആ ഗർഭ എന്നുള്ള വിസർഗവും അതേപോലെ തന്നെ വരണം. ശ്രീഗർഭ. അടുത്തത് പരമേശ്വര എന്നാണ്. ശ്രീഗർഭ കഴിഞ്ഞാൽ അടുത്തത് പരമേശ്വര. കാരണം പാ വരുന്നത് കൊണ്ടാണ് ശ്രീഗർഭ എന്നുള്ള കഴിഞ്ഞിട്ട് പാ എന്നാണല്ലോ വരുന്നത്. അതുകൊണ്ടാണ് അതിന് മാറ്റം വരാതെ വിസർഗം അതേപോലെ തന്നെ ഉച്ചരിക്കുന്നത്. ശ്രീഗർഭ പരമേശ്വര. പരമേശ്വ ശിവ് പരമേശ്വര വിസർഗം പരമേശ്വര. അടുത്തത് കരണം. അടുത്തത് കാരണം. പിന്നെ ഉള്ളത് കർത്ത. കരണം കാരണം കർത്ത. പിന്നെ വികർത്ത. ഗഹന എന്നുള്ളത് വിസർഗം ഓകാരായിട്ട് ഗഹനോ എന്നാവും. അടുത്തത് ഗുഹ. അപ്പോൾ ഉദ്ഭവ ക്ഷോഭണോ ദേവ. ഉദ്ഭവ ക്ഷോഭണോ ദേവ. ഉദ്ഭവ ക്ഷോഭണോ ദേവ. ശ്രീഗർഭ പരമേശ്വര. ശ്രീഗർഭ പരമേശ്വര. ശ്രീഗർഭ പരമേശ്വര. ഉദ്ഭവ ക്ഷോഭണോ ദേവ. അവിടെ അതേ ദേവ ശ്രീഗർഭ കൂട്ടിച്ചെല്ലാം വേണമെങ്കിൽ ഒരുമിച്ച് ചെല്ലുമ്പോ ഉദ്ഭവ ക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര അങ്ങനെ വേണമെങ്കിൽ കൂട്ടിച്ചെല്ലാം. ഉദ്ഭവ ക്ഷോഭണോ ദേവ ശ്രീഗർഭ
പരമേശ്വര. കരണം കാരണം കർത്ത. കരണം കാരണം കർത്ത. കരണം കാരണം കർത്ത. വികർത്ത ഗഹനോ ഗുഹ. വികർത്ത ഗഹനോ ഗുഹ. വികർത്ത ഗഹനോ ഗുഹ. കരണം കാരണം കർത്ത. വികർത്ത ഗഹനോ ഗുഹ. ഉദ്ഭവ ക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര. കരണം കാരണം കർത്ത. വികർത്ത ഗഹനോ ഗുഹ. അപ്പോഴ് ഇതിന്റെ അർത്ഥം നോക്കുമ്പോൾ ഉദ്ഭവ എന്നാണ് ആദ്യത്തത്. ഉദ്ഭവ ഉദ്ഭവ ഉദ്ഭവസ്ഥാനം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ ഉദ്ഭവസ്ഥാനമായിട്ടുള്ള ആള് എന്നുള്ളൊരർത്ഥം. ഉദ്ഭവം ആകുമ്പോൾ എന്താ വെച്ചാൽ വേറെ മുകളിലേക്ക് ഭവിക്കുന്നതാണ് ഉദ്ഭവം. താഴെ നിന്ന് മുകളിലേക്ക് വരിക ഉദ്ഭവം. അതാണ് ഉദ്ഭവം എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതായത് ഒരു മറ നീക്കി പുറത്തേക്ക് വരിക, ബന്ധനമൊക്കെ നീക്കുക, കരുതിക്കുന്ന പുറത്തേക്ക് വരാനുള്ള ബന്ധനങ്ങളൊക്കെ നീക്കിയിട്ട് പുറത്തേക്ക് വരിക എന്നൊക്കെയുള്ള അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെയും ചില അർത്ഥങ്ങളൊക്കെ നമുക്ക് അതിനെ കൊണ്ട് മനസ്സിലാക്കാം. ഈ സംസാര ബന്ധനം ഉണ്ടല്ലോ, ആ ബന്ധനത്തിനൊക്കെ അതീതനായിട്ടുള്ള ആളാണ്. ഈ ഉദ്ഭവിച്ചത് കൊണ്ടാണ് അവിടെ സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതിൻ്റെയും അതീതനായിട്ടുള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പദം പ്രയോഗിക്കാം. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉദ്ഭവസ്ഥാനമായിട്ടുള്ള ആള്. അവിടെ ഉദ്ഭവ എന്നുള്ളത് അകാരാന്തായിട്ടുള്ളത് കൊണ്ട് തന്നെ ഉദ്ഭവായ എന്നാണ് രൂപം വരിക. ഉദ്ഭവായ നമ. അടുത്തത് ക്ഷോഭണ എന്നാണ്. ക്ഷോഭണ. ക്ഷോഭണം എന്ന് പറഞ്ഞാൽ ക്ഷോഭിക്കുക എന്നുള്ള അർത്ഥം. അതായത് ഈ കോലാഹലങ്ങള്, ക്ഷോഭിക്കല്, ഇതിന്റെയൊക്കെ ആളാണ്, സ്രഷ്ടാവാണ്. ക്ഷോഭണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്ഷോഭണം മുഴുവൻ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി തന്നെ ഒരു ക്ഷോഭണത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ക്ഷോഭണ എന്നുള്ള വാക്ക് ആ ഭഗവാന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ക്ഷോഭണത്തിൽ നിന്ന് തന്നെയാണ് ഈ ലോകം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ക്ഷോഭണ എന്നുള്ളത് അകാരാന്തമാണ്. ശോഭണായ നമ എന്ന് വരും. ശോഭണായ നമ. ഉദ്ഭവ ക്ഷോഭണോ ദേവ. ദേവ എന്നുള്ള വാക്ക്, ദേവൻ എന്നുള്ള വാക്ക് തന്നെ. ദേവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നോക്കുമ്പോ കളിക്കുന്നവൻ എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്, ശോഭിക്കുന്നവൻ എന്നുള്ളൊരർത്ഥമുണ്ട്. പിന്നെ ശോഭിക്കുക, കളിക്കുക എന്നൊക്കെയുള്ള അർത്ഥം ഇതിന്. സ്വന്തമായിട്ടുള്ള കളിക്കുക, സ്വയം കളിക്കുന്നയാൾ, ലീലകളാടുന്നയാൾ എന്നൊക്കെയുള്ള അർത്ഥം ആകുമ്പോൾ ഒന്നുകൂടി നമ്മൾ അറിയുന്ന പദങ്ങളുമായിട്ട് യോജിക്കും. കളിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കളിയല്ല, ലീലകളാടുക. ഇതൊക്കെ ഭഗവാന്റെ ലീലകളാണ്. അതുകൊണ്ട് തന്നെ സ്വയം കളിക്കുക, അങ്ങനെ കളിക്കുന്നയാൾ. ശോഭിക്കുന്നയാൾ എന്നൊരു വേറെ അർത്ഥമുണ്ട്. നമ്മൾ നേരത്തെ ബാലപ്രബോധനത്തില് പഠിച്ചിട്ടുണ്ട് ദിദേവ എന്നുള്ളത്.
എവിടെയാണെന്ന് എനിക്കിപ്പോൾ പെട്ടെന്ന് ആ വാക്ക് ഓർമ്മയില്ല. ദിദേവ എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കളിക്കുക എന്നുള്ളത്. കൃഷ്ണോദിദേവ, ശ്രീകൃഷ്ണൻ ക്രീഡിച്ചെന്നത് കർമ്മകം. കർമ്മത്തിന്റെ അകർമ്മകത്തിന്റെ ഒക്കെ പറയാം, പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു പലർക്കും. ആയിക്കോട്ടെ, ഏതായാലും ദിദേവ എന്ന് പറയുമ്പോൾ കളിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ കളിക്കുന്നയാൾ എന്നുള്ള അർത്ഥത്തിൽ ദേവ എന്നുള്ള പദം വരും. ദിദേവ കളിച്ചു എന്നാണ്. പിന്നെ ശ്രീഗർഭ, ശ്രീ ഗർഭമായിട്ടുള്ളയാള്. ശ്രീ എന്ന് പറഞ്ഞ ലക്ഷ്മിയാണ്. അപ്പോൾ എല്ലാ സമയത്തും ലക്ഷ്മിയെ കൂടെ തന്നെ നിർത്തുന്നയാൾ. സ്ത്രീയോടുകൂടിയ ഗർഭം, നേരത്തെ ഉദ്ഭവം ക്ഷോഭണം ഒക്കെ ഭഗവാന്റെ പേരായിട്ട് പറഞ്ഞു. അപ്പൊ ശ്രീഗർഭ, സ്ത്രീയോട് കൂടിയിട്ടുള്ള എന്നർത്ഥം. ഈ പ്രപഞ്ചം എന്നുള്ളത് തന്നെ അത് ഒരു ലക്ഷ്മിയായിട്ട്, പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ ആ ലക്ഷ്മിയെ തന്നെ തന്നിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളയാണ്. ഈ പലതരത്തിലുള്ള ഗുണഗണങ്ങളും ശുഭങ്ങളും അശുഭങ്ങളും ഒക്കെ, ശുഭങ്ങൾ തന്നെ, ശുഭമായിട്ടുള്ള കാര്യത്തിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ശുഭമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും, ആ ഗുണങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്ഭവസ്ഥാനെന്നോ വാസസ്ഥാനെന്നോ ഒക്കെ പറഞ്ഞാൽ അത് ലക്ഷ്മി ഭഗവതിയാണ്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷ്മി ഭഗവതിയുടെ ഉദ്ഭവസ്ഥാനമായിട്ടുള്ള എന്നൊരർത്ഥവും പറയാം. അപ്പൊ ശ്രീഗർഭ അകാരാന്താണ് ശ്രീഗർഭ. അപ്പൊ ദേവ എന്നുള്ളത് ദേവായ എന്ന് വരും. ശ്രീഗർഭ എന്നുള്ളതും അകാരാന്താണ്. അപ്പൊ ശ്രീഗർഭായ എന്ന് രൂപം കിട്ടും. പിന്നെ പരമേശ്വര, പരമ ഈശ്വരനാണ് പരമേശ്വരൻ. ഈശ്വരൻ, ഈശിത്വങ്ങള് ഒക്കെ ഉള്ള ആളാണ് ഈശ്വരൻ. പരമമായിട്ടുള്ള ഈശ്വരനാണ് പരമേശ്വരൻ. ഈ ഈശിത്വം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കാനും സാധിപ്പിച്ചു കൊടുക്കാനും ഒക്കെയുള്ള യോഗ്യതയുള്ള ആൾ, അതിന് അധികാരമുള്ള ആൾ, പരമമായിട്ടുള്ള അധികാരം ഉള്ള ആൾ, പരമാധികാരി എന്നൊക്കെ പറയാം. അതാണ് പരമേശ്വര, പരമാധികാരി എന്നൊക്കെ പറയാം. പരമേശ്വര എന്നുള്ളതും അകാരാന്താണ്. അപ്പൊ പരമേശ്വര, പരമേശ്വരായ എന്ന് വരും. പരമേശ്വരായ നമ എന്ന് കിട്ടും. പിന്നെയുള്ളത് കരണം എന്നുള്ള പദം, കാരണം എന്നുള്ള പദം. ഈ കരണം കാരണം തമ്മിൽ ബന്ധമുണ്ട്. രണ്ടും രണ്ട് പദങ്ങളാണ്. കരണം എന്നുള്ളതായാലും കാരണം എന്നുള്ളതായാലും അകാരാന്തം ആണ്, നപുംസകലികാണ്. അപ്പൊ കരണം എന്നുള്ളത് കരണായ, കാരണം എന്നുള്ളത് കാരണായ എന്ന് കിട്ടും. അപ്പൊ ഈ തർക്കശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും കരണവും കാരണവും തമ്മിലുള്ള ബന്ധം. അസാധാരണം കാരണം കരണം എന്ന് തർക്കശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അസാധാരണം കാരണം കരണം. കാരണം എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് ഏതാണ്ട് മനസ്സിലാവും. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം ഉണ്ടാവും എന്ന് നമ്മൾ പറയും. ഇന്നേ കാരണം കൊണ്ടാണ് ഇന്ന് സംഭവിച്ചത്. അപ്പൊ കാരണം എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. ഈ കരണം എന്നുള്ളതിന് ഒരർത്ഥം അസാധാരണം കാരണം കരണം. അസാധാരണമായിട്ടുള്ള കാരണമാണ് കരണം. സാധാരണ സംഭവിക്കുന്ന തരത്തിലുള്ള അല്ലാത്ത കാരണം, അതിനെയാണ് കരണം എന്ന് പറയും. അപ്പോൾ വിശേഷമായിട്ടുള്ള കാരണമാണ്. ഇപ്പൊ മാർഗമാണ്, വഴിയാണ്, വഴി, അതാണ് കരണം. ഇപ്പൊ കരണായ എന്ന് രൂപം കിട്ടും. കാരണം എന്ന് പറഞ്ഞാല് കാരണമായിട്ടുള്ള ആള്. എന്തെങ്കിലും ഒരു കർമ്മം നടക്കണമെങ്കിൽ അതിന്റെ കാരണമായിട്ടുള്ള ആള്, ഒരു പ്രവൃത്തിയുടെ കാരണമായിട്ടുള്ള ആള്. ഇപ്പൊ പ്രേരണ കൊടുക്കുന്നയാൾ, എന്തെങ്കിലും ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ ആ പ്രവൃത്തിക്ക് പ്രേരണ കൊടുക്കുന്നയാള്. അപ്പൊ കാരണം. ഇപ്പൊ എന്തെങ്കിലും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നയാള്, അപ്പൊ കാരണം. കാരണായ, കാരണം എന്നുള്ളത് കാരണായ എന്ന് രൂപം കിട്ടും. അപ്പൊ കരണായ നമ, കാരണായ നമ. പിന്നെ കർത്താ എന്ന് ഉള്ള രൂപം. കർത്താ, കർത്താ, അത് ഋകാരാന്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഋകാരാന്താകുമ്പോൾ കർത്താ, കർത്താരു, കർത്താര. അവിടെ കർത്രേ എന്നാണ് ചതുർത്ഥി വരിക. ഇപ്പൊ കർത്രേ നമ. ഈ കർത്താവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. കർത്താവ്, കർത്താ, ചെയ്യുന്നവൻ, ചെയ്യുന്നയാള് തന്നെയാണ് കർത്താവ്, ചെയ്യുന്നയാൾ. അപ്പൊ എല്ലാത്തിനും കർത്താവായിട്ടുള്ളയാള് എന്നുള്ള അർത്ഥം. എല്ലാത്തിനും കർത്താവ്, അതാണ് കർത്താവ്. കർത്താവ് എന്ന് നമ്മൾ പല തരത്തിലും പറയാറുണ്ട്.
ഈ ഭഗവാൻ ഈശ്വരനെ പിന്നെ ക്രിസ്ത്യാനികള് കർത്താവേ എന്ന് പറഞ്ഞാ വിളിക്കുക. ഏതായാലും അങ്ങനെയൊക്കെയുള്ള കർത്താവായിട്ടുള്ള ആള് കർത്താ. പിന്നെ വികർത്ത. വികർത്ത എന്ന് പറഞ്ഞാല് പിന്നെ ഈ കർത്താവിന്റെ തന്നെ വിശേഷമായിട്ടുള്ള കർത്താവാണ് വികർത്താവ്. ഈ വെറും കർത്താവല്ല. അപ്പൊ പല പല വിശേഷമായിട്ടുള്ള കാര്യങ്ങളും സാധാരണ ലൗകികമായിട്ട് നടക്കുന്ന കാര്യമല്ലാതെ വിശേഷമായിട്ടുള്ള പലതും നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അർത്ഥം വിശേഷമായിട്ടുള്ള കർത്താവ്. അതാണ് ഈ പരിഷ്കാരങ്ങൾ. ഒരു ചെയ്യുന്നതിൽ നിന്ന് ഒരു പരിഷ്കരിച്ചിട്ടുള്ള ഒരു കർമ്മം. പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഒരു കരിക്കുക, പരിഷ്കരിക്കുക, ചെയ്യുന്നതിൽ നിന്ന് ഒന്നുകൂടി വിശേഷമായിട്ട് ചെയ്യുക, അതാണ് പരിഷ്കാരങ്ങൾ. അപ്പൊ പരിഷ്കാരങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള വിധേയമാകുന്ന ആള്. അതുപോലെ പല തരത്തിലുള്ള ലോകങ്ങളെ സൃഷ്ടിച്ച ആള്. ഇപ്പൊ വൈവിധ്യങ്ങള് ഒരു ലോകത്തെ തന്നെയല്ല എപ്പോഴും സൃഷ്ടിക്കുക, ഒക്കെ വൈവിധ്യങ്ങളോട് കൂടിയിട്ടുള്ള ലോകത്തെയാണ് സൃഷ്ടിക്കുക. അപ്പോ വികർത്ത. അപ്പൊ അതും വികർത്ത എന്നുള്ളത് കർത്ത എന്നുള്ളത് പോലെ ഋകാരാന്താണ്. ഇപ്പൊ വികർത്രേ എന്ന് കിട്ടും. ഇപ്പൊ കർത്രേ നമ, വികർത്രേ നമ എന്ന് കിട്ടും. പിന്നെ ഉള്ളത് ഗഹന എന്നാണ്. ഗഹന. ഗഹന എന്ന് പറഞ്ഞാല് അഗാധമായിട്ടുള്ളത്, ഗഹനമായിട്ടുള്ള ചിന്ത എന്നൊക്കെ നമ്മൾ അറിയും. അഗാധമായിട്ടുള്ളത്. അതുപോലെ തന്നെ അഗാധം എന്ന് മാത്രമല്ല, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമാണ്. അവ്യക്തമാണ്. വ്യക്തമായിട്ടുള്ളതല്ല, അവ്യക്തവുമായിട്ടുള്ള ആള്. ഇപ്പൊ ഗഹനവും, ഗഹനം എന്ന് പറയുമ്പോൾ അഗാധമാണ്, അവ്യക്തവുമാണ്, അങ്ങനെയുള്ള ആള്. അപ്പൊ അത് ഗഹന, അകാരാന്തം. അപ്പൊ ഗഹനായ എന്ന് രൂപം കിട്ടും. ഗഹനായ നമ. പിന്നെയുള്ളത് ഗുഹ. ഈ ഗുഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഈ ഗുഹ എന്ന് നമ്മൾ മലയാളത്തിൽ അറിയുന്ന നമ്മൾ സാധാരണ, ഈ മലയാളമല്ല, അത് സംസ്കൃത പദമാണ്. ആ ഗുഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഗുഹ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ഉള്ളിലാണ്, ഗുഹ്യമായിട്ടാണ്, അതിന്റെ ഉള്ളിൽ ആണ്, ഉള്ളിലേക്ക് പോയിട്ടുള്ളതാണ്. അത് നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റില്ല. പുറമേ നിന്ന് ഒരു ദ്വാരം മാത്രമല്ലേ കാണുള്ളൂ. പിന്നെ ഉള്ളിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ ഗുഹ. അപ്പോഴ് മറയ്ക്കപ്പെട്ട എന്നുള്ള അർത്ഥത്തിലും ഗുഹ എന്നുള്ള വാക്ക് ഉണ്ട്. ഈ മറയ്ക്കപ്പെട്ട ആള് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ നിന്ന് മറയ്ക്കപ്പെട്ട ആളല്ല. അപ്പൊ ഈ ഭഗവാന്റെ ഭക്തിയുള്ള ആൾക്കാർക്കൊക്കെ കാണാം, മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അല്ലാത്തവർക്ക് എപ്പോഴും കാണാൻ പറ്റാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത ആളായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഗുഹ. ഭക്തന്മാരല്ലാത്തവരെ നിന്ന് സ്വയം അങ്ങോട്ട് മറഞ്ഞു നിൽക്കുന്നയാള് എന്നുള്ള അർത്ഥത്തിലും പറയാം ഗുഹ എന്നുള്ള പദം. അപ്പോഴ് പിന്നെ ഉദ്ഭവായ നമ, ശോഭണായ നമ, ദേവായ നമ, ശ്രീഗർഭായ നമ, പരമേശ്വരായ നമ, കരണായ നമ, കാരണായ നമ, കർത്രേ നമ, വികർത്രേ നമ, ഗഹനായ നമ, ഗുഹായ നമ. ഉദ്ഭവ ക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര, കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ. അനന്തരം ദ്വിചത്വാരിംശത്തമം ശ്ലോകം പഠാം. 42ാമത്തെ ശ്ലോകത്തെ പഠിക്കാം. വ്യവസായ, വ്യവസ്ഥാന, സംസ്ഥാന, സ്ഥാനത, ധ്രുവ, പരർദ്ധി, പരമസ്പഷ്ട, തുഷ്ട, പുഷ്ട, ശുഭേക്ഷണ. അപ്പോൾ വ്യവസായ, അവിടെ വ്യവസായ, വ്യവസായ വിസർഗം ഓകാരായിട്ട് മാറും. വ്യവസായ എന്നുള്ളത് വ്യവസായോ എന്നായിട്ട് മാറും. ഈ വിസർഗങ്ങൾ ഇങ്ങനെ ആവാൻ കാരണം അതിന്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരത്തിനനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ വരിക. ഏതായാലും വ്യവസായ എന്നുള്ളത് വ്യവസായോ എന്നായി. അടുത്തത് വ്യവസ്ഥാന. വ്യവസ്ഥാന, വ്യവസ്ഥാന. അവിടെ സ്ഥാ എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കണം, അധികരമായിട്ടുള്ള ധകാരാണ്. സ്ഥാന, വ്യവസ്ഥാന.
അടുത്തത് സംസ്ഥാന. പിന്നെ സംസ്ഥാന, വ്യവസ്ഥാന, സംസ്ഥാന. ഇത് രണ്ടും കൂടി വരുമ്പോൾ അവിടെ ആ വിസർഗത്തിനോട് സകാരം കൂടുമ്പോ ആ വിസർഗം സകാരായിട്ട് സ് സ്ഥാന, സ് സംസ്ഥാന എന്നാവും. അപ്പോൾ വ്യവസ്ഥാന സംസ്ഥാന എന്നായി മാറുകയാണ് ചെയ്യുക. അടുത്തത് സ്ഥാനത. സ്ഥാ അക്ഷരം സ്ഥാനത. അവിടെ സ്ഥാനത എന്നുള്ളത് വിസർഗം ഓകാരായിട്ട് സ്ഥാനദോ എന്നായിട്ട് മാറും. അടുത്തത് ധ്രുവ. അവിടെ ധ ര് ഉ ആണ് ധ്രു. അവിടെ ധകാരം ഘോഷാക്ഷരാണ്. ധ്രുവ. പിന്നെയുള്ളത് പരർധി. പരർധി. അവിടെ ധി എന്നുള്ളത് ദകാരവും ധകാരവും കൂടിയിട്ടുള്ളതാണ്. പരർധി. പിന്നെയുള്ളത് പരമസ്പഷ്ട. വിസർഗവും പരമസ്പഷ്ട. അടുത്തത് തുഷ്ട. ഷ്ടന്നേ ഉള്ളൂ, ഷ്ടാന്നില്ല. അതൊന്ന് ഓർമ്മിച്ചാൽ മതി. തുഷ്ട എന്നായി പോകരുത്. തുഷ്ട വിസർഗം തുഷ്ട അത്രയാവുള്ളൂ. അടുത്തത് പുഷ്ട. പുഷ്ട ഷീട്ട് ആ വിസർഗം പുഷ്ട. അവിടെ അത് ഷ്ടാന്നായി പോകരുത്, പുഷ്ട. പിന്നെയുള്ളത് ശുഭേക്ഷണ. ശുഭേ. ഭേ എന്നുള്ളത് ഭകാരം ഘോഷാക്ഷരാണ്. ശുഭേക്ഷ ശുഭേക്ഷണ വിസർഗം ശുഭേക്ഷണ. ഇങ്ങനെയാണ് രൂപം വരിക. ഇനിയിപ്പോ വ്യവസായോ വ്യവസ്ഥ പഠിക്കാം. വ്യവസായോ വ്യവസ്ഥാന. വ്യവസായോ വ്യവസ്ഥാന. വ്യവസായോ വ്യവസ്ഥാന. സംസ്ഥാനസ്ഥാനദോ ധ്രുവ. സംസ്ഥാനസ്ഥാനദോ ധ്രുവ. സംസ്ഥാനസ്ഥാനദോ ധ്രുവ. പരർധി. പരമസ്പഷ്ട. പരർധി പരമസ്പഷ്ട. പരർധി പരമസ്പഷ്ട. തുഷ്ട പുഷ്ട ശുഭേക്ഷണ. തുഷ്ട പുഷ്ട ശുഭേക്ഷണ. തുഷ്ട പുഷ്ട ശുഭേക്ഷണ. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനദോ ധ്രുവ. പരർധി പരമസ്പഷ്ട. അവിടെ അതെ പരമസ്പഷ്ട എന്ന് കഴിഞ്ഞിട്ട് തുഷ്ട ചെല്ലുമ്പോ അവിടെ സ്പഷ്ട കഴിഞ്ഞിട്ട് വിസർഗം സകാരായിട്ട് മാറാം. സ് എന്നായിട്ട് പരമസ്പഷ്ട തുഷ്ട എന്ന് ചെല്ലാം. പരർധി പരമസ്പഷ്ട തുഷ്ട പുഷ്ട ശുഭേക്ഷണ. പരർധി പരമസ്പഷ്ട തുഷ്ട പുഷ്ട ശുഭേക്ഷണ. നമുക്ക് ഓരോന്നായിട്ട് അർത്ഥം നോക്കാം. ആദ്യം വ്യവസായ എന്നുള്ള പദമാണ്. വ്യവസായം. ഈ അവസായം വ്യവസായം. അവിടെ നല്ല ദൃഢനിശ്ചയമുള്ള എന്നുള്ള ഒരർത്ഥമാണ്.
അങ്ങനെയുള്ള മനസ്സോട് കൂടിയ ആള് എന്നുള്ള അർത്ഥം. പിന്നെ അതുപോലെ പിന്നെ അവനവനെ പറ്റി ഈ വ്യവസായം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ആവേണ്ടത്. വ്യവസായം എന്ന് പറഞ്ഞാൽ അവനവനെ പറ്റി വേണ്ട പോലെ മനസ്സിലാക്കണം. ആത്മജ്ഞാനത്തെ ഉള്ളയാള് എന്നുള്ള അർത്ഥത്തിലും വ്യവസായ, ആത്മജ്ഞാനമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. വ്യവസായ, ആത്മജ്ഞാനമുള്ളയാൾ. വ്യവസായ എന്നുള്ളത് അകാരാന്താണ്. അപ്പൊ വ്യവസായ എന്നുള്ളത് വ്യവസായായ എന്ന് വരും. വ്യവസായായ, വ്യവസായ എന്നാണല്ലോ. അപ്പൊ വ്യവസായായ, വ്യവസായായ നമ എന്ന് വരും. വ്യവസായായ നമ. പിന്നെയുള്ളത് വ്യവസ്ഥാന. വ്യവസ്ഥാന, വ്യവസ്ഥാനം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ, വ്യവസ്ഥാനം, അവസ്ഥാനം, എല്ലാത്തിനും അടിസ്ഥാനം എന്നുള്ള അർത്ഥം. അടിസ്ഥാനമായിട്ടുള്ള ആള്, അതാണ് വ്യവസ്ഥാനം. അപ്പോ അവസ്ഥാനം, വ്യവസ്ഥാനം, വ്യവസ്ഥാന എന്നുള്ളത് അകാരാന്താണ്. വ്യവസ്ഥാനായ എന്ന് വരും. വ്യവസ്ഥാനായ നമ. അടുത്തത് സംസ്ഥാന എന്നാണ്. സംസ്ഥാന സമ്യക് സ്ഥാനമാണ്. സമ്യക് ആയിട്ടുള്ള സ്ഥാനം, അതായത് അവസാനത്തെ സ്ഥാനം, അവസാനത്തെ സ്ഥാനമാണ് സംസ്ഥാനം. അന്തിമമായിട്ടുള്ള, അവസാനമായിട്ടുള്ള സ്ഥാനം. അവസാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനം പ്രാപിക്കേണ്ട സ്ഥലം. നമ്മൾ അവസാനം എവിടെയാണോ എത്തിച്ചേരുന്നത്, എവിടെയാണ് എത്തിച്ചേരുക, എവിടുന്നാണോ തുടങ്ങിയത് അവിടെ തന്നെയാണ് നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ അവസാനം എത്തിച്ചേരുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് സംസ്ഥാന എന്നുള്ള പദം. പിന്നെയുള്ളത് സ്ഥാനത. സ്ഥാനത, സ്ഥാനം ദദാതി ഇതി സ്ഥാനത. സ്ഥാനത്തെ കൊടുക്കുന്നയാളാണ് സ്ഥാനതൻ. സ്ഥാനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരവർക്ക് അനുസരിച്ചുള്ള സ്ഥാനങ്ങളെ കൊടുക്കുന്ന എന്നുള്ള ഒരർത്ഥം എടുക്കാം. സ്ഥാനത, ഏറ്റവും സ്ഥാനത്തെ കൊടുക്കുക, അവനവന് യോഗ്യമായിട്ടുള്ള സ്ഥാനം കൊടുക്കുക എന്നുള്ള അർത്ഥം എടുക്കാം. പിന്നെ അവസാനം പരമമായിട്ടുള്ള സ്ഥാനം കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലും സ്ഥാനത എന്നുള്ള പദം. സ്ഥാനത, സ്ഥാനം ദദാതി, അതും അകാരാന്താണ്. സ്ഥാനത, സ്ഥാനദായ എന്ന് കിട്ടും. സ്ഥാനദായ നമ. അടുത്തത് ധ്രുവ. ഈ ധ്രുവ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ധ്രുവം എന്ന് പറഞ്ഞാൽ ഉറച്ചത് എന്നൊക്കെയാണ്. സ്ഥിരമായിട്ടുള്ളത്, ഉറച്ചത് എന്നൊക്കെയുള്ള അർത്ഥമാണ് ധ്രുവ. അപ്പോ ഉറച്ചയാള്, മാറ്റമില്ലാത്തയാള്, ഉറച്ച മനസ്സോടുകൂടിയ ആള്. അപ്പൊ ധ്രുവനക്ഷത്രം, ധ്രുവൻ എന്നുള്ള ഒരു രാജാവല്ല, രാജകുമാരൻ, പിന്നെ ധ്രുവനക്ഷത്രമായ കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ അവിടെ ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു സ്ഥാനമാണ്, ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു സ്ഥാനമായിട്ടാണ് ആ ധ്രുവന് കൊടുത്തിട്ടുള്ളത്. അപ്പോ ധ്രുവ, മാറ്റമില്ലാത്ത എന്നുള്ള അർത്ഥം, സ്ഥിരമായിട്ടുള്ള എന്നർത്ഥം. അപ്പൊ ധ്രുവ അകാരാന്താണ്. ധ്രുവായ എന്ന് രൂപം. ധ്രുവായ നമ. പരർദ്ധി. വൃദ്ധി എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അഭിവൃദ്ധി എന്നൊക്കെയുള്ള അർത്ഥത്തില് ആണ്. വൃദ്ധി എന്നുള്ള വാക്കിന് വളർച്ച എന്നൊക്കെ അർത്ഥമാണ്. അത് തന്നെയാണ് വൃദ്ധി. വിശേഷമായിട്ടുള്ള വൃദ്ധിയാണ് വൃദ്ധി. അപ്പൊ വൃദ്ധി അത് തന്നെ വൃദ്ധി. അപ്പൊ അത് പരർദ്ധി, പരമായിട്ടുള്ള വൃദ്ധി, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വൃദ്ധിയാണ് പരർദ്ധി. ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശുഭകരമായിട്ടുള്ള പിന്നെ ഗുണങ്ങള്, ആ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള, ഗുണങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ആളാണ് പരർദ്ധി. പരമമായിട്ടുള്ള വൃദ്ധിയോട് കൂടിയ ആള്. അപ്പൊ അത് വൃദ്ധി എന്നുള്ളത് ഇകാരാന്താണ്. കവി കവയേ എന്ന് വരുന്നത് പോലെ വൃദ്ധി എന്നുള്ളത് വൃദ്ധയേ എന്നാവും. അപ്പൊ പരർദ്ധി എന്നുള്ളത് പരർദ്ധയേ എന്ന് വരും. പരവൃദ്ധയേ, പരർദ്ധയേ നമ. അപ്പോ ധ്രുവായ നമ, പരർദ്ധയേ നമ എന്ന് വരും. പരർദ്ധയേ, പരർദ്ധയേ. അത് അടുത്തത് വൃദ്ധി കഴിഞ്ഞാല് പരമസ്പഷ്ട. പരമസ്പഷ്ടം, സ്പഷ്ടം എന്നുള്ള വാക്കിന്റെ അർത്ഥം
നമുക്കറിയാം വ്യക്തം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സ്പഷ്ടമാണ്, വ്യക്തമാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ പരമസ്പഷ്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമമായിട്ട് സ്പഷ്ടമായിട്ടുള്ളത്, ഏറ്റവും വ്യക്തമായിട്ടുള്ളത്. അപ്പൊ പരമമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ആള്, അതായത് പിന്നെ മഹത്തായിട്ടുള്ളതും വ്യക്തമായിട്ടുള്ളതും ആയിട്ടുള്ളത്, അതാണ് പിന്നെ പരമമായിട്ടുള്ളതുമാണ് സ്പഷ്ടമായിട്ടുള്ളതും, അങ്ങനെ പറയാം. ഏറ്റവും പരമമായിട്ട് സ്പഷ്ടമായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ആരുടെ മഹത്വമാണോ വളരെ വ്യക്തമായിട്ടുള്ളത്, അങ്ങനെയുള്ള അർത്ഥത്തിലും പറയാം. അപ്പം പിന്നെ വളരെ വ്യക്തമായിട്ട് മഹത്വമുള്ള ആൾ, ആ മഹത്വം എല്ലാവർക്കും വ്യക്തമാണ്, ആ അർത്ഥത്തിലും പറയാം. പരമസ്പഷ്ട പരമസ്പഷ്ട അകാരം എന്താണ്? പരമസ്പഷ്ടായ എന്ന രൂപം. പരമസ്പഷ്ടായ നമ. ഇനി അടുത്തത് തുഷ്ട. തുഷ്ട എന്ന് പറഞ്ഞാൽ തുഷ്ടി എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. തുഷ്ട എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളയാൾ. അപ്പോ ആനന്ദപൂർണമായിട്ടുള്ള ആള്, എപ്പോഴും ആനന്ദം മാത്രമേ അവിടെ ഉള്ളൂ. ആനന്ദമയൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഭഗവാനെ പറ്റി. അതാണ് ആനന്ദമയ. അത് തന്നെയാണ് തുഷ്ട. എപ്പോഴും ആനന്ദത്തോടു കൂടിയ ആള് തുഷ്ട. അകാരാന്താണ്. തുഷ്ടായ എന്ന് രൂപം കിട്ടും. തുഷ്ടായ നമ. പിന്നെ അടുത്തത് പുഷ്ട. പുഷ്ടം, പുഷ്ടി ഉള്ളയാളാണ് പുഷ്ടൻ. പുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? പലതരത്തില് നിറഞ്ഞ എന്നൊക്കെ അർത്ഥം. പുഷ്ടിയുള്ള, പുഷ്ടിപ്രദം, ദേഹപുഷ്ടി എന്ന് പറഞ്ഞാൽ ദേഹത്തിന് നല്ല പുഷ്ടിയുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ അത് നിറഞ്ഞ എന്നർത്ഥം. ദേഹം വേണ്ടത്ര ഗുണങ്ങളോ കൊണ്ടോ എന്തിനെ കൊണ്ടോ ആയാലും നിറഞ്ഞ, ആരോഗ്യം കൊണ്ട് ഉള്ള പുഷ്ടിയാകുമ്പോൾ ആരോഗ്യ പുഷ്ടി. എന്തായാലും അതിന്റെ ഓരോന്നിന്റെയും പ്രൗഢി തന്നെയാണ് പുഷ്ടി തന്നെയാണ്. അപ്പൊ ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും അതൊക്കെ നിറഞ്ഞിട്ടുള്ള ആള് എന്നുള്ള അർത്ഥത്തില് പുഷ്ട. കാരണം ആയതുകൊണ്ട് തന്നെ പുഷ്ടായ എന്ന് വരും. പുഷ്ട. അടുത്തത് ശുഭേക്ഷണ. ശുഭ ഈക്ഷണം, ശുഭമായിട്ടുള്ള ഈക്ഷണത്തോടു കൂടിയ ആള്. ഈക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണ് ആണ്, കാഴ്ച. ശുഭമായിട്ടുള്ള ഈക്ഷണത്തോടു കൂടിയ ആള്. ഇപ്പൊ ശുഭമായിട്ടുള്ള ഈക്ഷണം, നല്ല കാഴ്ചകള് ഉള്ളയാള്, ശുഭദൃഷ്ടി ഉള്ളയാള്, ശുഭദൃഷ്ടിയോട് കൂടിയിട്ടുള്ള ആൾ, അതാണ് ശുഭേക്ഷണ. അത് അകാരാന്താണ്. ഇപ്പൊ ശുഭേക്ഷണായ എന്ന് കിട്ടും. ശുഭേക്ഷണായ നമ. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനതോ ധ്രുവ പരർത്ഥി പരമസ്പഷ്ടസ്തുഷ്ട പുഷ്ടശുഭേക്ഷണ. ഇനി നമുക്ക് ഈ രണ്ട് ശ്ലോകങ്ങളൊന്ന് ചൊല്ലി നോക്കാം. നമ്മൾ പഠിച്ച രണ്ട് ശ്ലോകങ്ങളും ചൊല്ലി നോക്കാം. എല്ലാവർക്കും കൂടെ ചൊല്ലാം. ഞാൻ ചൊല്ലിയിട്ട് ഏറ്റു ചൊല്ലുക എന്നുള്ള രീതിയിലല്ല, ഒരുമിച്ച് തന്നെ എല്ലാവർക്കും കൂടെ ചൊല്ലാം. ഉദ്ഭവ ക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനതോ ധ്രുവ പരർത്ഥി പരമസ്പഷ്ടസ്തുഷ്ട പുഷ്ടശുഭേക്ഷണ. ആയിക്കോട്ടെ, നമുക്കിന്ന് ഈ രണ്ട് ശ്ലോകങ്ങൾ ചൊല്ലി അവസാനിപ്പിക്കാം. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുകയും ചെയ്യാം.